എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയുടെ നമ്പർ 141. കാണാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 35ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ ഒരു ചെറിയ ഒരു വ്യക്തത കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പം ഈ വീഡിയോ മാത്രം കേട്ടു പോകുന്നവർക്ക് കുഴപ്പമില്ല. ഇപ്പം ഈ വീഡിയോ കേട്ടു, ഇത്രയും ഉണ്ടല്ലോ ഈ ബുക്കിൽ, എന്നാൽ നമുക്കും ആ ബുക്കൊന്നും എടുത്ത് വായിക്കാം, ഒന്ന് വാങ്ങിക്കാം, സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ പറയുന്നത്. അതായത് ഈ ബുക്കിൽ, ഈ പ്ലേ ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ബുക്കിൽ തന്നെ ബുക്ക് 1 ബുക്ക് 2 എന്നിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞില്ലയോ, ബുക്ക് 1 ബുക്ക് 2 എന്നിട്ടിട്ടുണ്ട്. ആ ബുക്ക് 1 ആണ് ദ പാത്ത് ഓഫ് സിദ്ധാസ്. ആ ബുക്ക് 1ലാണ് പാർട്ട് 1 പാർട്ട് 2 ഉള്ളത്. പാർട്ട് 1 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ് റിയലൈസേഷൻ. നേരത്തെ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യണം, ഗോഡ് റിയലൈസേഷൻ എന്ന് പറയുന്നത് എന്തുവാ, അതിൻ്റെ ആവശ്യം എന്തുവാ എന്നൊക്കെ പറഞ്ഞു. പാർട്ട് 2ലാണ് മൈ മെഡിറ്റേഷൻ എക്സ്പീരിയൻസസ്, അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങൾ. അതാണ് ഇത്രയും ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബുക്ക് 2 ആണ്. ബുക്ക് 2 എന്ന് പറയുന്നത് ഇതേ ബുക്കിലാണ്. അതിൻ്റെ രീതി വേറെ. അതിൻ്റെ രീതി വേറെ എന്ന് വെച്ചാൽ അതിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അല്ല, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം വെച്ച് നമുക്ക് കുറേ അഡ്വൈസുകൾ തരുക. ഓക്കെ, അതും ശരിക്കും എഴുതിയിട്ടുണ്ട്. അപ്പം എത്ര ദൂരം അതിനെ നല്ല ചുരുക്കി അതേ സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് ഞാനിപ്പം. ഓക്കെ, അപ്പം അതായത് ഇപ്പം ബുക്ക് 2 ആണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് ഒരേ ബുക്കിൽ 2ാമത്തെ ഭാഗം. അതിൽ 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ വീഡിയോ 141ാമത്തെ വീഡിയോയിൽ നമ്മളത് കാണുന്നത്. അപ്പം ചാപ്റ്ററിൻ്റെ നമ്പർ 35. അതിൻ്റെ ഹെഡിങ് എന്തുവാണോ, ദ കമാൻഡ് ഓഫ് ദ സിദ്ധാസ്. ഇദ്ദേഹം ഒരു നല്ല സിദ്ധനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഗുരു ഒരു നല്ല സിദ്ധനായിരുന്നു. അപ്പം ഈ സിദ്ധൻ പരമ്പരയിൽ വരുന്ന ആൾക്കാരെക്കുറിച്ചും ആ സിദ്ധാപാത്തിനെക്കുറിച്ചും ആ സിദ്ധാപാത്തിലോട് യാത്ര ചെയ്യുന്നവർ എങ്ങനെയൊക്കെ ജീവിക്കണം, എങ്ങനെയൊക്കെ ഇരിക്കണം, ഇത് നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ഭാഗം മാത്രം ഒക്കുന്നെങ്കിൽ ഒന്ന് ചുരുക്കിത്തരാം. അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ഇതെല്ലാം നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇദ്ദേഹം പറയുന്നത് ദ കമാൻഡ് ഓഫ് ദ സിദ്ധാസ്, സിദ്ധന്മാരുടെ കമാൻഡ് എന്ന് വെച്ചാൽ ഓർഡർ, ആജ്ഞ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സിദ്ധர்கள் എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് കൂടുതൽ, അതിലും തമിഴ്നാട്ടിലാണ് കൂടുതൽ. അതെന്തുവാന്ന് എനിക്കറിഞ്ഞൂടാ. തമിഴ്നാട്ടിലാണ് എല്ലാ സിദ്ധന്മാരും തമിഴ്നാട്ടിനെ ചുറ്റിയും പറ്റിയും. കേരളത്തിൽ കുറച്ചുണ്ട്, പോണ്ടിച്ചേരിയിൽ കേരളത്തിനെക്കാട്ടിലും കൂടുതലാണ്. പണ്ട് ഈ പോണ്ടിച്ചേരിയും ചെന്നൈയും ഒക്കെ അടുത്തടുത്തായി ഒന്നിച്ചായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പം അവർ ഇങ്ങനെ കൂട്ടമായിട്ട് ഒറ്റയ്ക്കാണ് അവർ തപസ്സിരിക്കുന്നത്. പക്ഷേ എന്തോ ആ സ്ഥലത്തിനൊരു അട്രാക്ഷനുണ്ട്. ഞാൻ തന്നെ ഒരു 19 ജീവസമാധിക്ക് പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ തന്നെ. പിന്നെ പോണ്ടിച്ചേരിയിൽ 10-20 ജീവസമാധിക്ക് പോയിട്ടുണ്ട്. ഇടയിലാണ് എനിക്കൊരു ഭയങ്കര ക്രേസായിരുന്നു. നെറ്റിൽ നോക്കുക, ഇപ്പം മധുരയ്ക്ക് പോവുകയാണെങ്കിൽ 4 ദിവസം കൂടുതൽ താമസിക്കും അവിടെ. മധുരയെ ചുറ്റിയും പറ്റിയുമുള്ള എല്ലാ ജീവസമാധിക്കും പോകും. ചെന്നൈയിൽ തന്നെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഒരുപാട് ജീവസമാധികളുണ്ട്. ആ ജീവസമാധികളിലെല്ലാം ഇപ്പം ശിവക്ഷേത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ ശിവക്ഷേത്രം എന്നുള്ള രീതിയിൽ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ജീവസമാധിയെക്കുറിച്ച് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ പിന്നീട് അതിനൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് ജീവസമാധിയെ തേടി പോകും. അവിടെ ഇരിക്കും, ഒരു മണിക്കൂറെങ്കിലും അവിടെ ഇരുന്ന് ധ്യാനം ചെയ്യാൻ നോക്കും. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ കൂടെ നമ്മുടെ ഫാമിലിയിലുള്ളവരാരെയും ഈ ജീവസമാധിക്കൊന്നും കൊണ്ടുപോകാനും ഒക്കത്തില്ല.
എന്താ വെച്ചാൽ അവർ ഒരു ദിവസം 10 ജീവസമാധി അങ്ങനെ നോക്കി വരുന്നതായിരിക്കും. നമുക്കത് പറ്റില്ല. എനിക്കൊക്കെ ആണെങ്കിൽ ഒരു ജീവസമാധിയിൽ കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും ധ്യാനം ചെയ്യണമെന്നുണ്ട്. അപ്പം അത്രയും നേരം ഇല്ലെങ്കിലും പോട്ടെ, ഒരു 1 മണിക്കൂറെങ്കിലും അവിടെ ഇരുന്ന് കണ്ണടച്ച് ആ സമാധിക്കകത്തിരിക്കുന്ന ആ ജീവനോട് ഒരു കണക്ഷൻ നമ്മൾ കൊണ്ടുവരണം. അത് കണക്ഷൻ കൊണ്ടുവരാൻ സമയമെടുക്കും. ഈ സ്വിച്ചിട്ട ലൈറ്റ് എരിയുന്ന കത്തുന്ന പോലെ അല്ല. സ്വിച്ചിട്ട മിക്സി ഓടുന്നു, ഗ്രൈൻഡർ ഓടുന്നു, AC വർക്കാവുന്നു, അതുപോലല്ല. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കണം. അപ്പോഴേ അതിന് 2-3 ടെക്നിക്സൊക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കണക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സിറ്റിക്കകത്ത്, ചെന്നൈ സിറ്റിക്കകത്തൊക്കെ ഒരു ഓട്ടോ രാവിലെ എടുത്താൽ വൈകുന്നേരം വരെ ഞാൻ ഒറ്റയ്ക്ക് പോകും. എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം. എന്നുവെച്ചാൽ വീട്ടിലെ ആരെ വിളിച്ചുകൊണ്ട് പോയാലും വാ അവിടെ പോകാം, ഇവിടെ പോകാം, ഷോപ്പിംഗ് പോകണം, ബീച്ചിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. ഇവർക്കാർക്ക് ഇതിലൊന്നും മനസ്സ് ലയിക്കത്തില്ല. പക്ഷേ നമ്മൾ അതിന് പോകുമ്പം എനിക്ക് കുറച്ച് ഫ്രണ്ട്സുണ്ട്, യോഗിനീസുണ്ട്, ഒരു 5-6 പേരുണ്ട്. അപ്പോൾ അവരിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ 2 പേരായിട്ട് നമ്മൾ കാർ എടുത്തുകൊണ്ടൊക്കെ പോകും. അങ്ങനെയൊക്കെ പോയാൽ സന്തോഷം. എന്നുവെച്ചാൽ അവരും ഞങ്ങൾ ടൈം സെറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. നമുക്ക് അന്നത്തെ യാത്രയുടെ ഐറ്റിനറി നോക്കിയിട്ട് 1/2 മണിക്കൂർ നമുക്കിവിടെ ഇരിക്കാം, 1/2 മണിക്കൂർ അവിടെ ഇരിക്കാം, 1 മണിക്കൂർ ഇവിടെ ഇരിക്കാം എന്ന് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യും. അപ്പോൾ യാതൊരു തൊന്തരവും ഇല്ലാതെ കണ്ണടച്ച് ടൈം സെറ്റ് ചെയ്തിട്ട് കണ്ണടച്ച് അവിടെ തന്നെ അങ്ങ് ഇരിക്കും. അങ്ങനെ ഞാനും കുറേ പോയിട്ടുണ്ട്. പിന്നെ ഈ തമിഴ്നാട്ടിൽ ഈ സിദ്ധന്മാരുടെ കളിയാണ്. തിരുവണ്ണാമലയൊക്കെ പോയാൽ തിരുവണ്ണാമലയിലൊക്കെ പോകുമ്പം ഈ രമണ മഹർഷി ഉണ്ടായിരുന്നു, ഒരുപാട് യോഗികളും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ആശ്രമങ്ങളുണ്ട്, അവരുടെയൊക്കെ കുടിലുകളുണ്ട്. അവിടെയൊക്കെ പോയി നമ്മൾ സമാധാനമായിട്ട് ഇരുന്ന് ധ്യാനം ചെയ്യണം. അപ്പം അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഞാൻ വേറെ 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, എൻ്റെ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു സഹോദരി കമൻറ്റിൽ എഴുതിയിരുന്നു, കനഹങ്കാട് എന്നൊരു സ്ഥലമുണ്ട്. കനഹങ്കാട് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ. അവിടെ ഒരു KV ഉണ്ട്. അപ്പം ആ KVയിലെ പ്രിൻസിപ്പൾ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം ഞാൻ കനഹങ്കാട് പോയിട്ടില്ല, പക്ഷേ എനിക്ക് അവരെ അറിയാം. അവരിപ്പോഴൊക്കെ ട്രാൻസ്ഫർ ആയിപ്പോയി കാണും, ഇപ്പം കോണ്ടാക്ട്സ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരു സഹോദരി എഴുതിയിരുന്നു, ഞാൻ കനഹങ്കാട്ടിൽ സ്വാമി ഭഗവാൻ നിത്യാനന്ദയുടെ ആശ്രമമുണ്ട്, ഞാൻ അവിടെ പോയി അവിടെ ഇരുന്നു പ്രസാദം കിട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനും ചോദിച്ചിട്ടുണ്ട് അവിടുത്തെ അഡ്രസ്സ്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗൂഗിളിൽ ഇട്ടാലും കിട്ടും. അത് കിട്ടിയാൽ എന്തായിരുന്നാലും ഞാനും ഒരു പ്രാവശ്യം പോകും. എന്താ വെച്ചാൽ ഇത്രയും നമ്മൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനെക്കുറിച്ച് പറഞ്ഞു പഠിച്ചു. അപ്പം ഒരു പ്രാവശ്യം നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോകണമെന്ന് ഞാൻ ആൾറെഡി മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അതൊരു കാര്യം ചെയ്യണം. വേറൊരു കാര്യം ഞാൻ എന്തുവാ പറയാൻ വന്നേ, അതായത് അതങ്ങ് മറന്നു. അതായത് നമ്മൾ ഞാൻ രാവിലെ ഇരുന്ന് ധ്യാനം ചെയ്യുന്നതിന് മുമ്പേ എല്ലാ ഗുരുക്കന്മാരെയും ഒന്ന് ഓർക്കും. അതായത് സ്ഥൂലമായിട്ടുള്ള ഗുരുക്കന്മാരെയും സൂക്ഷ്മമായിട്ട് നമ്മളെ വഴി നടത്തുന്ന ഗുരുക്കന്മാരെയും ഞാൻ ഒരു നിമിഷം ധ്യാനിക്കും. ഈ സ്ഥൂലമായിട്ടുള്ള ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം പേരൊക്കെ അറിയാം. എൻ്റെ ഗുരുക്കന്മാരുടെ പേരൊക്കെ യോഗീഷ് രാജ സാറുണ്ട്, പ്രദീപ് സാറുണ്ട്, സദ്ഗുരു ഉണ്ട്, പിന്നെ ബോഹർ വശീഹരൻ ഒരു സാറുണ്ട്, ബ്രഹ്മാനന്ദഗിരി എൻ്റെ ഗുരു തന്നെയാണ്. ബ്രഹ്മാനന്ദഗിരി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ബോധാനന്ദ, അദ്ദേഹവും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ ഇപ്പം ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ വരെ ഒന്ന് പോയിരുന്നു. അവിടെ പേരൻറ്റ് ആശ്രമം എന്നൊന്നുണ്ട്. അതിൻ്റെ ഫൗണ്ടർ ശിവത്യാഗി, അദ്ദേഹവും നിറയെ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ശിവത്യാഗി ദീക്ഷ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ചുമ്മാ അദ്ദേഹത്തിനെ പോയി കണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് വന്നു.
അപ്പോൾ ഇപ്പം ഞാൻ വളരെ തീവ്രമായിട്ടിരിക്കുന്നത് ഇനി കൂടുതൽ നമുക്ക് അറിഞ്ഞിട്ട് മാത്രം പ്രയോജനമില്ല. ഇനി കൂടുതൽ ബുക്സൊക്കെ വാങ്ങിക്കണം, പഠിക്കണം, വായിച്ച് നോക്കണം, ഇല്ലയെന്നല്ല, പുതിയ അറിവുകൾ നേടണം. എനിക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കൊച്ചിലേ തൊട്ടേ ഞാൻ ബുക്കുകൾ വായിക്കും. പക്ഷേ കൂടുതൽ സമയം ഇനി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ ആഴത്തിൽ പോയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ വിചാരിച്ച് പ്രാർത്ഥിക്കുമ്പം അപ്പം ഇവരുടെ പേരെല്ലാം ഞാൻ പറയും. അതല്ല, സൂക്ഷ്മമായിട്ട് എന്നെ വഴി നടത്തുന്ന ആദിശങ്കരർ, അഗസ്ത്യ മഹർഷി, ബോഹർ സിദ്ധർ, പാമ്പാട്ടി സിദ്ധരുടെ അവിടെയൊക്കെ ജീവസമാധിക്കെല്ലാം ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഷീരടി സായിറാം, അങ്ങനെ കുറച്ച് ഗുരുക്കന്മാരുടെ പേര് പറയും. പിന്നെ ഈ ആസ്ട്രൽ വേൾഡിലുള്ള മാസ്റ്റേഴ്സ്, സ്പിരിറ്റ് ഗൈഡ്സ്, അവരൊക്കെ നമ്മളെ വഴി നടത്തുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ണടച്ച് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പം 2 ദിവസത്തിന് മുമ്പേ എനിക്ക് തോന്നി, നമ്മൾ ഇത്രയും പറയുന്നല്ലോ, അപ്പം സൂക്ഷ്മം ഇവർ 2 പേരും സമാധിയായതാണ്. ആര്? സ്വാമി മുക്താനന്ദായും ഭഗവാൻ നിത്യാനന്ദായും സമാധിയായതാണ്. അവർ മുക്തരാണ്. അപ്പോൾ അവരെയും കൂടെ നമുക്ക് നമ്മളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാലോ എന്ന് തോന്നി. ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ ഇന്നൊക്കെ ഞാൻ അവരുടെ ഈ ആദിശങ്കരരുടെയും അഗസ്ത്യ മഹർഷിയുടെയും ഒക്കെ പേര് പറയുമ്പം ഭഗവാൻ നിത്യാനന്ദയും എന്നെ സൂക്ഷ്മമായിട്ട് വഴി നടത്തുന്ന ഭഗവാൻ നിത്യാനന്ദയും സ്വാമി മുക്താനന്ദയും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ചേർത്തു. അപ്പം ഞാനിപ്പം ശരിക്കും സ്വാമി മുക്താനന്ദയുടെ ശിഷ്യയായി. ഇരിക്കട്ടെ, നമുക്ക് ഒരുപാട് ഗുരുക്കന്മാർ വേണം. ഇത് ബ്രഹ്മാനന്ദഗിരി എൻ്റെ ഗുരുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പന്നിയോട് എന്ന് പറഞ്ഞ നാഗർകോയിലിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ പേരാണ് SMB മിഷൻ. SMB മിഷൻ എന്ന് വെച്ചാൽ ശ്രീ മഹാവതാർ ബാബാജി മിഷൻ. അപ്പോൾ അദ്ദേഹമൊക്കെ ബാബാജിയാണ് ഗുരുവായിട്ട് കരുതി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മീ ടു മീ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഞാനാണ് നമ്മുടെ അവധൂത് ഗുരുജിയെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് മീ ടു മീ ചാനലിൽ ബ്രഹ്മാനന്ദഗിരിയുടെ എന്നിട്ടാൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റും. അപ്പം ഈ ഗുരു പൂർണിമയുടെ അന്ന് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ബ്രഹ്മാനന്ദഗിരിയുടെ. അപ്പം ഞാനിവിടെ കാറിൽ ട്രാവൽ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഇത് കേട്ടുകൊണ്ട് പോയി. അപ്പം ആരാണ് ഗുരു, യഥാർത്ഥത്തിൽ ആരാണ് ഗുരു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് പറഞ്ഞു. നല്ല ഒരു ഇതായിരുന്നു. ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം കേട്ടുകൊണ്ട് പോകും. അതിൽ പറഞ്ഞത് മഹാവതാർ ബാബാജി പറഞ്ഞിട്ടുണ്ട് ഇത്രേ. അതായത് നിങ്ങൾ ആരെ ഗുരുവായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ മരിക്കുന്ന മനുഷ്യരായ, അതായത് മോർട്ടൽസ് എന്ന് പറയും. അതായത് ഭൂമിയിൽ ജനിച്ചവരെല്ലാം ഒരു ദിവസം മരിക്കണം ആണല്ലോ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഈ ഭൂമിയിൽ ഇപ്പം ഉള്ള മനുഷ്യരെ നിങ്ങൾ ഗുരുവായിട്ട് വിചാരിക്കരുത്. 1-2 പേര് എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോ എല്ലാം കേട്ടിട്ട് തമിഴ് ചാനലിലും ശരി മലയാളത്തിലും ശരി നിങ്ങളെ ഞാൻ ഗുരുവായിട്ട് സ്വീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. എന്താണെന്ന് വെച്ചാൽ എനിക്കതിനോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇനി ആ തളത്തിന് അത്രയും ഉയർന്നിട്ടില്ല. ഞാനും പ്രാക്ടീസ് ചെയ്യുവാണ്. നിങ്ങളെക്കാട്ടിലും ഒരു 4-5 ബുക്ക് കൂടുതൽ വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗുരുവൊന്നും ആയിട്ടില്ല. അപ്പം എനിക്കങ്ങനെ ഇത് ചെയ്യാനുള്ള യോഗ്യത ഇപ്പം എനിക്കില്ല. എനിക്ക് ബുക്ക് വായിക്കുന്നു, എനിക്കറിയാവുന്നത് നിങ്ങളുടെ കൂടെ പങ്കിടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഫുൾ ടൈം ഒരു ഗുരുവായിട്ടിരുന്ന് അതിനൊരു സമയം വരും. ആ സമയം വരുമ്പം ദൈവം എന്നെ അടുത്ത് പറയും, അപ്പം ഞാൻ ചെയ്യും.
പക്ഷേ ഇപ്പം എനിക്കേ അറിയാം, അത് ഒരു ദൈവമെന്ന് പറയേണ്ട കാര്യമില്ല. എനിക്കേ അറിയാം ഞാനങ്ങനെ വലിയ ഗുരു ലെവലിലൊന്നും ഉയർന്നിട്ടില്ല എന്നുള്ളത് എനിക്കേ അറിയാം. അപ്പം ബ്രഹ്മാനന്ദഗിരി പറഞ്ഞതാണ്, മഹാവതാർ ബാബാജിയുടെ കൂട്ട് ഈ മുക്തി കിട്ടിയ മുക്തന്മാരെ വേണം നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കാൻ. അവർ വളരെ സൂക്ഷ്മമായിട്ട് നമ്മളുടെ കൂടെ യാത്ര ചെയ്യും. നമ്മളെ ഈ ആത്മീയത പാതയിൽ യാത്ര ചെയ്യുവാണല്ലോ. അപ്പം നമ്മുടെ കൂടെ ഈ ഗുരുക്കന്മാർ യാത്ര ചെയ്യും, നമ്മളെ പറഞ്ഞു തരും, നമ്മളെ വഴി നടത്തും, നമുക്ക് പറഞ്ഞു തരും. ചിലപ്പം ഞാനിങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പം മനസ്സെവിടെയോ പോകുമല്ലോ, അതിൻ്റെ പുറകെ പോയി കളയും. നമ്മൾ പോകുമ്പം എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കും, എന്നെ ഇങ്ങനെ തട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഏതോ ഒരു ശബ്ദം. ഒന്നേ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ട് പോകുമ്പോൾ ഉറങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ തോട്ട്സിൻ്റെ പുറയിൽ പോകുമായിരിക്കും. എവിടെ ആയിരുന്നാലും കുറച്ച് വഴി തെറ്റുന്നു എന്ന് അറിയുമ്പം എനിക്ക് ആരോ വന്ന് എന്നെ തട്ടുന്ന പോലെ തോന്നും. അതൊക്കെയാണ് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ സഹായം. അപ്പം നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ വാച്ച് ചെയ്യും. എപ്പോൾ, അതായത് എന്ന് നമ്മൾ ഈ ആത്മീയതയിൽ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയോ അന്ന് തൊട്ട് നമ്മൾ റെഗുലറാണോ, നമ്മൾ സിൻസിയറാണോ, നമ്മൾ അതോ 4 ദിവസം മെഡിറ്റേഷൻ ചെയ്യും, 10 ദിവസം കമന്നടച്ച് കിടന്ന് ഉറങ്ങുന്ന ആ ടൈപ്പാണോ എന്നൊക്കെ അവർ നമ്മളെ ശരിക്കും വാച്ച് ചെയ്യും. നമ്മളുടെ മനോഭാവം എങ്ങനെ, ശുദ്ധ മനസ്സുണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്യും. വാച്ച് ചെയ്ത് അവർക്കൊരു ബോധ്യം വന്നാൽ പിന്നെ നമ്മളെ വിടുകയില്ല. അവർ നമ്മളുടെ കൂടെ അവർ യാത്ര ചെയ്യും. അത് ഞാനും പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു, ഇന്ന് തൊട്ട് ഞാൻ സ്വാമി മുക്താനന്ദയുടെയും ഭഗവാൻ നിത്യാനന്ദയുടെയും ശിഷ്യയായിട്ട് ആയി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നുവെച്ചാൽ ഇത്രയും വീഡിയോസ് നമ്മൾ കേട്ടു, മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റി. അപ്പം ഇപ്പം അദ്ദേഹം ജീവിച്ചിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് നമ്മളെ വഴി നടത്താനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്. അദ്ദേഹത്തിനെ നിങ്ങളും സ്വീകരിക്കൂ, നമ്മളെ എല്ലാവരുടെ രീതിയിൽ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ദ കമാൻഡ് ഓഫ് ദ സിദ്ധാസ്. കമാൻഡ് ഓഫ് ദ സിദ്ധാസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വാമി മുക്താനന്ദ പറയുന്നത്, നമ്മളെല്ലാവരുമേ സിദ്ധ പരമ്പരയിൽ വന്നവരാണ്. ആ സിദ്ധന്മാരുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും ആ തലമുറയിൽ വന്നതാണ് നമ്മളെല്ലാം. അപ്പം നമ്മളെല്ലാവർക്കും ഒരു സിദ്ധ പാരമ്പര്യം ഉണ്ട്. അപ്പം നമ്മൾ വന്ന വഴി, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ലോകം, നമ്മളുടെ ചിട്ട, നമ്മളുടെ സിസ്റ്റം, ഇത് എല്ലാമേ സിദ്ധர்கள் പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഉന്നവേ പാടുള്ളൂ. സിദ്ധലോകത്തിൽ പോകണം. നമ്മൾ മരിച്ചാൽ സിദ്ധലോകത്തിൽ പോകണം. സിദ്ധലോകത്തിലാണ് ഇപ്പോഴും ഷിർഡി സായിറാം ഇരുന്ന് ധ്യാനിക്കുന്നത് കണ്ടിട്ട് വരുന്ന ആൾക്കാർ. അപ്പം നമ്മളുടെ ഉന്നമെന്ന് പറയുന്നത് മരിച്ചാൽ എവിടെ പോകണം? നേരെ സിദ്ധലോകത്ത് പോകണം. പിന്നെ നമ്മളുടെ ലൈഫിലെ ലക്ഷ്യം, ഗോൾ എന്തുവാന്ന് വെച്ചാൽ സെൽഫ് റിയലൈസേഷൻ. സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആര് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണം. അപ്പം മുക്താനന്ദയ്ക്ക് മനസ്സിലായി, മുക്താനന്ദയാണ് ഈ പ്രപഞ്ചം മൊത്തം വിരിഞ്ഞ് കിടക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ കൂടെ അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ഇതുവരെ എനിക്കങ്ങനൊന്നും മനസ്സിലായിട്ടില്ല, എനിക്കതൊന്നും തോന്നിയിട്ടില്ല. ഇനി അതിന് ഒരു പോയട്രിയിൽ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പോയമുണ്ട്, മൈൽസ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്
എന്ന് പറയുന്ന പോലെ ഇനി ഒരുപാട് ധ്യാനം ചെയ്യണം, ഒരുപാട് സമയം അതിനു വേണ്ടി ചിലവിടണം. അപ്പോഴേ ഇവരുടെയൊക്കെ അടുത്തെങ്ങാനും നമുക്ക് പോകാനൊക്കത്തുള്ളൂ. ഓക്കെ, സോ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ, അതാണ് മുക്തി. അപ്പം നമ്മളും മുക്തിയെ നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ അത് ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതുകൊണ്ട് എന്തൊക്കെ കിട്ടും എന്നുള്ളത് ഈ വീഡിയോകൾ മുഖാന്തരം നമുക്ക് ഒരുപാട് അറിവ് കിട്ടി, ഇല്ലയോ? അതിന് തന്നെ ഞാൻ അവർക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഉള്ളതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു മീനിൻ്റെ കുഞ്ഞിന് നീന്താൻ പഠിപ്പിച്ചു കൊടുക്കണോ? ആവശ്യമില്ല. ഒരു സിംഹത്തിൻ്റെ കുട്ടിക്ക് വേട്ടയാടാൻ പറഞ്ഞു കൊടുക്കണോ? വേണ്ട. ഒരു ആനയുടെ കുട്ടിക്ക് എങ്ങനെ മാംസം തൊടരുത്, ഇലയെ മാത്രമേ കഴിക്കാവൂ, എങ്ങനെയാണ് നടക്കേണ്ടിയത്, എങ്ങനെയാണ് കുളിക്കേണ്ടിയത്, അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണോ? ഒന്നിനും പറഞ്ഞു കൊടുക്കണ്ട. അതുപോലെയാണ് നിങ്ങളും. അപ്പോൾ മുക്താനന്ദൻ നമ്മളെ നോക്കി പറയുവാണ്, നമ്മളൊക്കെ സിദ്ധ പരമ്പരയിൽ വന്നവരാണ്. അപ്പോൾ അവരുടെ ജീൻസ്, അവരുടെ സ്വഭാവങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ യാതൊരു ഡൗട്ടും പാടില്ല, ഒരു സംശയവും പാടില്ല. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നു, അഫ്കോഴ്സ് അമ്മ പാല് കൊടുക്കുന്നു, പിന്നെ ഫുഡ് കൊടുക്കുന്നു, നമുക്ക് കുളിപ്പിക്കുന്നു, നീറ്റായിട്ട് വെച്ചിരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ നമ്മൾ പുറമേ നമ്മൾ സഹായിക്കുന്നു. പക്ഷേ ആ കൊച്ച് തന്നെത്താനെയാണ് വളരുന്നത്. എന്താ വെച്ചാൽ ആ കൊച്ച് വളർന്ന് വലുതാകാനുള്ള എല്ലാ സംവിധാനവും അതിനകത്തുണ്ട്, ഓരോ സെല്ലിനകത്തും ഉണ്ട്. നമ്മളല്ല സ്ക്രൂ കൊടുത്ത് അതിനെ വലിച്ച് നീട്ടി വളർത്തുന്നത്. നമ്മൾ ഫുഡ് കൊടുക്കുന്നു, നോക്കുന്നു, കുളിപ്പിക്കുന്നു, നല്ല ഡ്രസ്സ് കൊടുക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. പക്ഷേ വളരുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത് അത് തന്നെത്താനെ നടക്കുന്നതാണ്. അതാണ് നേച്ചർ, ഇല്ലയോ? അത് പ്രകൃതി തത്വമാണ്. അപ്പം അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുമോ? ചെയ്യത്തില്ലല്ലോ. അതിൻ്റെ പുറത്ത് ഒരു ഉറപ്പുള്ള പോലെ, അതായത് ഇപ്പം ജനിച്ച കൊച്ച് അത് തന്നെത്താനെ ഓരോ വർഷം കൂടുമ്പോഴും വയസ്സാവുന്നു, അത് തന്നെത്താനെ വളരുന്നു, പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നു. നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസി ആയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ആര്? അമ്മ, അച്ഛൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ, കൂടെ ഉള്ളവരെല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരും. അപ്പം അത് തന്നെത്താനെ വളരുന്നു, അത് നാച്ചുറലാണ്, അത് സ്വാഭാവികമാണ്, അത് പ്രകൃതി തത്വവുമാണ്. നിങ്ങൾക്ക് അതിൽ സംശയം വരാത്തവരെ പിന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തിനാ സംശയം? അതായത് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ, ഈ ജന്മത്തിൽ എനിക്ക് മുക്തി കിട്ടുമോ, നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ സംശയിക്കുന്നത് എന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട. നിങ്ങൾ ആ സിദ്ധാപാത്തിലോട്ട് യാത്ര ചെയ്താൽ തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് എല്ലാ സിദ്ധറുകളുടെയും അനുഗ്രഹമുണ്ട്. ആരെങ്കിലും ഒരാൾ നിൻ്റെ കൂടെ വന്ന് നിന്നെ വഴി നടത്തും എന്നാണ് പറയുന്നത്. അപ്പം മനസ്സിൽ യാതൊരു സംശയവും പാടില്ല. എനിക്ക് മുക്തി കിട്ടുമോ, ഞാൻ അതിന് അർഹതപ്പെട്ടവനാണോ? അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അങ്ങനെയാണ്. അത് തന്നെയാണ് ഈ അഷ്ടവക്രഗീത പഠിച്ചാൽ മനസ്സിലാക്കും. അഷ്ടവക്രഗീതയിൽ അഷ്ടവക്രൻ ജനക മഹാരാജന് പറഞ്ഞു കൊടുക്കുക. അപ്പം ജനക മഹാരാജനാണ് ഓരോ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പം ഈ അഷ്ടവക്രൻ പറയുന്നത്, ആദ്യത്തെ കാര്യം നിങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ മാറ്റിവേ. ഞാൻ ഒരു മുക്തനാണ് എന്നുള്ള വിചാരം നിങ്ങൾക്ക് എപ്പോഴും വേണം. ഞാനൊരു മുക്തനാണ്, എനിക്ക് മുക്തി കിട്ടി എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് മുക്തി കിട്ടും. അത് തിങ്ക് പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ് എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെയാണ്. അപ്പം മുക്താനന്ദൻ നമ്മളടുത്ത് പറയുന്നത്, നിങ്ങൾ മൈ ഡിയർ സിദ്ധ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാം സിദ്ധ പരമ്പരയിൽ വന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട, ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട.
നിങ്ങൾ നിങ്ങളുടെ വഴിയിലോട്ട്, സിദ്ധர்கள் പറഞ്ഞു തന്ന വഴിയിലോട്ട് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. ഓൺലി തിങ് ഈസ് നമ്മൾ നമ്മുടെ പ്രാക്ടീസിൽ റെഗുലറായിട്ടിരിക്കണം. വളരെ അടുക്കും ചിട്ടയും കൂടിയ ജീവിതം നയിച്ചു പോകണം. ഡിസിപ്ലിൻഡായിട്ടിരിക്കണം. അത് ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യുക, 4 ദിവസം കിടന്ന് ഉറങ്ങുക എന്നുള്ള രീതി പറ്റില്ല. അങ്ങനെയൊക്കെ ഇരുന്നാൽ, ഇറഗുലറായിട്ടിരുന്നാൽ നമുക്ക് സാധന വീക്കായി പോകും. ഇപ്പോൾ 10 ദിവസം നമ്മൾ നേരെ ചൊവ്വേ മെഡിറ്റേറ്റ് ചെയ്തു, പിന്നെ ഒരാഴ്ച ചെയ്തേ ഇല്ലെന്ന് വെച്ചാൽ പിന്നെയും ഒന്നേന്ന് തുടങ്ങണം. അതാണ് സാധന നമുക്ക് വീക്കായി പോകുമെന്ന് പറയുന്നത്. അപ്പോൾ സാധനം വീക്കായി പോകുമ്പം കൂടുതൽ സമയമെടുക്കും. നമുക്ക് മുക്തി കിട്ടാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് വെച്ചാൽ എന്തുവാ, ഈ ജന്മത്തിൽ നടക്കത്തില്ല. അപ്പോൾ എന്തുവാ, ഓട്ടോമാറ്റിക്കലായിട്ട് അടുത്ത ജന്മം ഉണ്ട്. തിരിച്ചും പുനരവി മരണം, പുനരവി ജനനം ഉണ്ട്. നമ്മൾ ഇതിനെയാണ് കട്ട് ഷോട്ട് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തീവ്രത വേണം ആ സാധനകളൊക്കെ ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇപ്പം അദ്ദേഹം പറയുന്നത് ഇനിയൊന്ന്, ഇത് നേരത്തെ പറഞ്ഞതാണ്. ഒരു സിംഹത്തിൻ്റെ കുട്ടി ഈ വഴി തെറ്റി വന്നു, ഈ കുരങ്ങളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോയി. കുരങ്ങുകളും അതിനെ നല്ല ഒരു കുട്ടിയായിട്ട് തന്നെ അതിനെ വളർത്തുന്നു. അങ്ങനെ ഉള്ളപ്പം ആ സിംഹത്തിൻ്റെ കുട്ടി സിംഹത്തിൻ്റെ ഗർജിക്കുന്നതും അതിൻ്റെ മെജസ്റ്റിക്കായിട്ടുള്ള നടയും അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറി കുരങ്ങിൻ്റെ സ്വഭാവത്തിലേ അത് വളരത്തുള്ളൂ. എന്താ വെച്ചാൽ ചുറ്റിലും അത് കാണുന്നത് കുരങ്ങുകളെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മരത്തിന് മരം താവുന്നതും ഇങ്ങനെ ചൊറിയുന്നതും ചാടുന്നതും അത് തന്നെയാണ് ഈ സിംഹത്തിൻ്റെ കുഞ്ഞും ചെയ്യുന്നത്. എന്താ വെച്ചാൽ അത് കണ്ടുപഠിക്കുന്നത് അതാണ്. അപ്പോൾ ഉള്ളിൽ ഉണ്ട് അതിന്, സിംഹത്തിൻ്റെ ജീൻസാണ് ഉള്ളത്. അതേസമയത്ത് ചുറ്റുപാട് അതിനെ ചുറ്റിലും ഉള്ളതെല്ലാം കുരങ്ങന്മാരാകുമ്പം ഈ സിംഹത്തിൻ്റെ കുഞ്ഞും കുരങ്ങന്മാരുടെ കൂട്ട് തന്നെയാണ് ജീവിക്കാൻ പഠിക്കുന്നത്. അതുപോലെ അദ്ദേഹം എന്തോ പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സിദ്ധ പരമ്പരയിൽ വന്നവരാണ് ഓരോരുത്തരും. സിദ്ധന്മാർ പറഞ്ഞു തന്നതെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ സംസർഗം, ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ നോക്കണം. നിങ്ങൾ ആരുടെ കൂടെ ഇടപഴകുന്നു, ആരുടെ കൂടെ ജീവിക്കുന്നു, വീട്ടിലുള്ളവരെല്ലാം എങ്ങനെ, നിങ്ങളെ ചുറ്റിയുള്ളവരെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം അറിഞ്ഞ് ജീവിക്കണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊരു 4 പേരുണ്ടെങ്കിൽ 4 പേര് മതി നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് ഒന്നുമില്ലാതാക്കാൻ. അങ്ങനെ ഉള്ളപ്പം ഈ സൊസൈറ്റിയിൽ നമുക്ക് ജീവിച്ചു പോകണം. ജോലി സ്ഥലത്ത് പലരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, ബസ്സിൽ പോകണം, കാറിൽ പോകണം, എവിടെ പോയാലും നമ്മളെ ചുറ്റി ആൾക്കാരാണ്. അപ്പം ഇവരെല്ലാം അനുസരിച്ച് നമുക്ക് പോകണം താനും. അതേ സമയത്ത് നമുക്ക് നമ്മളുടെ ഗോളിൽ ഉറച്ച ഒരു പിടിമാനം വേണം. അപ്പം നിങ്ങൾ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്, ആരുടെ കൂടെയാണ് ഇടപഴകുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാ, നിങ്ങളെ ചുറ്റിയുള്ളവരാരാ എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു ബോധ്യം വേണം. നിങ്ങൾ ഒരു എയിമില്ലാതെ ഇങ്ങനെ കാട്ടിൽ അലഞ്ഞു തിരിയുന്ന പോലെ തിരിഞ്ഞാൽ നിങ്ങൾ എവിടെയും പോയി എത്തത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ സിദ്ധലോകത്തിൽ, അപ്പം നമ്മളുടെ എയിം സിദ്ധലോകത്തിൽ പോകണം. ഇത് മരിച്ചാൽ ഉടനെ നേരെ പോകേണ്ടത് സിദ്ധലോകത്തിലാണ്. അപ്പം സിദ്ധലോകത്തിൽ ഏറ്റവും വലിയ സിദ്ധനുണ്ട്, അതാണ് ലോർഡ് ശിവ. ഈ സിദ്ധൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു. മധുരയിൽ മീനാക്ഷി അമ്മൻ കോവിലിൽ പോയപ്പം ഒരു ഗൈഡ്, എൻ്റെ യോഗീനീസ് ഒരു 5-6 പേരുണ്ടല്ലോ, അതിൽ 2 പേരും ഞങ്ങൾ 3 പേരും കൂടാണ് അവിടെയൊക്കെ പോയത്. അപ്പം അവർ ഒരു ഗൈഡിനെ ഏർപ്പാട് ചെയ്തു. ആ ഗൈഡ് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളും കാണിച്ചു തന്നു. മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ അതിൽ ഒരിടത്ത് ഒരു ശിവന് തനി
എന്തുവാ പ്രതിമ, ശിവൻ്റെ രൂപം വെച്ചത് അവിടെ ഉണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് സിദ്ധൻ്റെ സിദ്ധൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് തമിഴിൽ. സിദ്ധർക്കെല്ലാം സിദ്ധൻ. അതാണ് ശിവൻ. അതാണ് ഇപ്പം പറയുന്നത്, മുക്താനന്ദയും പറയുന്നത്. സിദ്ധലോകത്തിൽ സിദ്ധർക്കെല്ലാം, എല്ലാ സിദ്ധന്മാരുടെയും ഹെഡ്, തലപ്പത്ത് ഒരു സിദ്ധനുണ്ട്. അതാണ് ശിവൻ. പിന്നെ സപ്ത ഋഷികളുണ്ട്. ഒരുപാട് പണ്ടേ കാലം തൊട്ടേ ഉള്ള സിദ്ധന്മാരുണ്ട്. എത്ര പേര്, ആയിരക്കണക്കിന് സിദ്ധലോകത്തുണ്ട് ഇപ്പോഴും. അവരെല്ലാം നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഗുരുവിൻ്റെ ശിഷ്യൻ മാത്രമല്ല, ഈ സിദ്ധ പരമ്പരയിലുള്ള എല്ലാ സിദ്ധന്മാരുകളും ശിഷ്യനാണ് നിങ്ങൾ. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവത്തില്ല. നിങ്ങൾ സിദ്ധ ലോകത്ത് പോകുമ്പോഴായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പം ശിവനെ നിങ്ങൾക്ക് സഹായിക്കാൻ കാത്തിരിക്കുന്നു. ഇത് ഒരുപാട് സിദ്ധന്മാർ കാത്തിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം? അപ്പം നിങ്ങളുടെ യാത്ര ചെയ്യുന്ന പാത എന്ന് പറയുന്നത് സിദ്ധമാർഗ് എന്നാണ് പറയുന്നത്. അപ്പം ഈ സിദ്ധ പരമ്പരയിൽ നല്ല ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഇതിലും കുറേയൊക്കെ തന്നിട്ടുണ്ട്. ഈ സിദ്ധലോകത്ത് ഫസ്റ്റ് ഉള്ളത് ലോർഡ് ശിവ, പിന്നെ 7 സേജസ്, അതാണ് സപ്തഋഷികൾ. പിന്നെ ഒരുപാട് സിദ്ധന്മാരവിടെ ഉണ്ട്. they grant you ശക്തി, ആക്ടിവേറ്റ് യുവർ യോഗ സാധന ആൻഡ് ആർ ഓൾവേസ് റെഡി ടു പ്രൊട്ടക്റ്റ് യു. നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളെ നേർവഴിയിൽ നടത്താനും അവർ തയ്യാറാണ്. എന്തുവാ, ഇൻ യുവർ ഫാമിലി ദർ ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ ദ പ്രൈമോർഡിയൽ ശിവ. അപ്പം നമ്മളുടെ പരമ്പരയിൽ ശിവനുണ്ട്, പിന്നെ സപ്തഋഷികളുണ്ട്, പിന്നെ നാരദമുനിയുണ്ട്, വ്യാസമുനിയുണ്ട്, ശേഷ, സുഖദേവ്, യജ്ഞവൽക്യ നമുക്കറിയാം, പിന്നെ വ്യാസമുനി അറിയാം, കാകഭുജണ്ഡർ അറിയാം, സൂത്ത അങ്ങനെ ഒരു മുനിയുടെ പേര്, ശൗനക, ശാണ്ഡില്യ അത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഭീഷ്മ, ജനക, പിന്നെ പൃഥു, അംബാരിഷ, ഭരതൻ, പ്രഹ്ലാദ്, ധ്രുവ, സനക, ഹനുമാൻ, അക്രൂര, ഉദ്ധവ, വിദുര, സഞ്ജയ, സുദമ, കശ്യപ, സതപ, മനു, ദശരഥ. ഇങ്ങനെ ഇവരെല്ലാവരും സിദ്ധപുരുഷകളാണ്. അതല്ലാതെ മൈ ബിലവഡ് സായിബാബ ഓഫ് ഷിരടി, സോ ഷിരടി സായിറാം. പിന്നെ സിബ്രു അണ്ണയെക്കുറിച്ച് ഇദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സിബ്രു അണ്ണയാണ് ഇദ്ദേഹത്തിന് ഒരുപാട് ടെൻഷനായിട്ടുള്ള സമയത്ത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തേ, സിബ്രു അണ്ണ. പിന്നെ പരമഗുരു ആൻഡ് യുവർ പരമഗുരു, അതായത് ഇദ്ദേഹത്തിൻ്റെ പരമഗുരു ഭഗവാൻ ശ്രീ നിത്യാനന്ദ. അങ്ങനെ ഇൻ സിദ്ധലോക ദർ ആർ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സിദ്ധ യോഗീസ് ആൻഡ് യോഗിനീസ്. യോഗീസ് എന്ന് വെച്ചാൽ ആണുങ്ങളും യോഗീനീസ് എന്ന് വെച്ചാൽ പെണ്ണുങ്ങളും. അപ്പം കോടിക്കണക്കായിട്ടുള്ള സിദ്ധന്മാർ അവിടെ ഉണ്ട്, സിദ്ധലോകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട. അവരെല്ലാം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, വഴി നടത്താൻ തയ്യാറാണ്. നിങ്ങൾ സിദ്ധമാർഗത്തിൽ മാത്രം യാത്ര ചെയ്യാൻ തയ്യാറായിരുന്നാൽ മതി എന്നാണ് അദ്ദേഹം നമുക്ക് അഷ്വറൻസ് തരുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ
ശരി, ഒരു 4 വർഷം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു, നമുക്കൊന്നും നടന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ടേക്സ് ഓൺലി എ സെക്കൻഡ് ഫോർ എ സിദ്ധ ടു ഓപ്പൺ യു. ഇറ്റ് ടേക്സ് ഓൺലി എ സെക്കൻഡ്. ഒരു സെക്കൻഡ് മതി നിങ്ങളെ മുക്തിക്ക് കൊണ്ടുപോകാനുള്ള ശക്തി സിദ്ധന്മാർക്കുണ്ട്. അതിൽ ഈ അരുണഗിരിനാഥരുടെ കഥയൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇല്ലെങ്കിൽ യൂട്യൂബിൽ പോയാൽ മതി, ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ എൻ്റെ ആരോ പറഞ്ഞ് കേട്ടതാണ്. അപ്പം അരുണഗിരിനാഥർ ഇവിടെ തിരുവണ്ണാമലയിൽ അവിടെ ഒരു മുരുകൻ്റെ സന്നിധി തന്നെ ഉണ്ട്. അവിടെയാണ് ഈ അരുണഗിരിനാഥറിന് മുരുകൻ വന്ന് അനുഗ്രഹിച്ചത്. അപ്പം ഇങ്ങനെ ചെയ്ത് തപസ്സിരുന്ന് ഒന്നും ആവുന്നില്ല. അപ്പം ഡേയ് മുരുക, നീ എന്തുവാ എന്നെ ഇത്രയൊക്കെ തപസ്സിരിക്കാൻ പറഞ്ഞ് ഞാൻ ചെയ്തു, നീ പറഞ്ഞതൊക്കെ ചെയ്തു, എനിക്കിനി മോക്ഷം കിട്ടിയില്ലല്ലോ, ഞാൻ മരിക്കാൻ പോവാം അന്ന് പറഞ്ഞ് മേളീന്ന് ഗോപുരത്തിൽ നിന്ന് ചാടാൻ പോയപ്പം അപ്പം മുരുകൻ പ്രത്യക്ഷമായി. വേണ്ട, നീ മരിക്കണ്ട, എന്നെക്കുറിച്ച് നല്ല പാട്ടുകൾ പാട്, നിനക്ക് മുക്തി തരാം, നീ മേളിൽ നിന്നൊന്നും ചാടി മരിക്കണ്ട എന്ന് വന്ന് സഹായിച്ചത്. അതുപോലെയാണ് ഇദ്ദേഹം പറയുന്നത്, ഇറ്റ് ടേക്സ് ഓൺലി എ സെക്കൻഡ് ഫോർ എ സിദ്ധ ടു ഓപ്പൺ യു. പക്ഷേ നമുക്കെന്ത് വേണം? ഭക്തി വേണം, വിശ്വാസം വേണം, അതുമാത്രമല്ല സറണ്ടർ ഭാവന വേണം. സറണ്ടർ എന്ന് വെച്ചാൽ ഞാനൊന്നുമല്ല, എല്ലാമേ ഗുരുവാണ് എന്നുള്ള മനോഭാവം വേണം. സറണ്ടർ മനോഭാവം. സറണ്ടർ എന്ന് വെച്ചാൽ നമ്മളെ അവരുടെ കാലടിയിൽ അങ്ങ് സമർപ്പിക്കുക, അതാണ് സറണ്ടർ. ദെൻ യു വിൽ റിസീവ് ഇറ്റ് അറ്റ് വൺസ്. അപ്പം ഒരു സാധകൻ ഒരു സിദ്ധൻ്റെ സഹായത്തിൽ ഒരു സിദ്ധനാകുന്നു. അങ്ങനെയാണല്ലോ എല്ലാവരും. ഇപ്പം ഇന്ന് ഞാൻ ഡിസൈപ്പിളാവുന്നു, നാളെ ഞാൻ ഗുരുവാകും, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഇതാണ് ഗുരു പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നമ്മളുടെ ലെവലിനെ നല്ല രീതിയിൽ ഉയർത്തിയിട്ട് നമ്മൾ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് പോകുമ്പോൾ നമുക്കൊരു 10 ശിഷ്യന്മാർ കാണും. അവരെ നന്നാക്കുക. അവർ പിന്നെ ഗുരുസ്ഥാനത്ത് വരും, അവർ ഒരു 100 പേരെ നന്നാക്കുക. അങ്ങനെയാണ് ഈ ഗുരു പാരമ്പര്യം, ഗുരു ശിഷ്യ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഈ ഗുരുവിൻ്റെ ആജ്ഞ, കമാൻഡിനെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചോണം. അത് പ്രകാരം ഗുരുവിൻ്റെ ഡിസൈപ്പിളായിട്ട്, ശിഷ്യനായിട്ട് തന്നെ നിങ്ങളിരിക്കണം. അപ്പോഴേ ആ ഇന്നർ ശക്തി, ആ ചിത് ശക്തി, ആ കുണ്ടലിനി ശക്തി ഉണരാൻ പറ്റത്തുള്ളൂ. അത് അവേക്കനാവണം, അതിനെ ഉണർത്തണം. അത് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ താനെ നടത്തിക്കൊണ്ട് പോകും. അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വിവരമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുക്താനന്ദ. ഇനി നമ്മൾ വേറെ എവിടെയും എതിനെയും തേടി പോകേണ്ട കാര്യമില്ല. ഇതൊന്നിനെ പിടിച്ചാൽ മതി. ഓക്കെ, ആവശ്യത്തിന് അദ്ദേഹം നമുക്ക് അഡ്വൈസ് തന്നിട്ടുണ്ട്. സോ ഇപ്പം ഗുരുവിനെ നമ്മൾ സർവീസ് ചെയ്യുന്നു എന്ന് വെച്ചോണം. എന്തുവാ ഗുരു പറയുന്നത് അനുസരിക്കുക. വേറെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ നിത്യാനന്ദ എന്നെ വിളിച്ചാൽ എത്ര ദൂരം ഉണ്ടെങ്കിലും ഓടിയെത്തി അവിടെ പോയി നിൽക്കും. അതാണ് ഗുരുവിന് നമ്മൾ കൊടുക്കുന്ന മര്യാദ, അതാണ് ഗുരുവിന് കാണിക്കുന്ന സ്നേഹം. അല്ലാതെ ഈ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഒച്ച വെച്ച് സംസാരിക്കുക, വഴക്കിടുക, കള്ളത്തനം കാണിക്കുക, മറ്റവരെ നമ്മൾ വാക്കുകൊണ്ടും ചെയ്ത്തുകൊണ്ടും വേദനിപ്പിക്കുക, ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഗുരുവിന് ചെയ്യുന്ന ദ്രോഹമാണ്. അതുകൊണ്ട് ഇങ്ങനൊന്നും നിങ്ങൾ ചെയ്യരുത്. ഓ മൈ ഡിയർ സിദ്ധ സ്റ്റുഡൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം
there is one thing that you must remember. The Shakti that is active and growing within you is the Guru himself. ആ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ ഗുരു. ഗുരുവാണ് കുണ്ടലിനി ശക്തി, കുണ്ടലിനി ശക്തിയാണ് ഗുരു. ഓക്കെ, അപ്പം ആ കുണ്ടലിനി ശക്തി നിങ്ങൾക്ക് നല്ലപോലെ ദേഹത്ത് പ്രവാഹിച്ച് എടുത്ത് ഓടണമെന്നുണ്ടെങ്കിൽ, അത് ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, ആ കുണ്ടലിനി ശക്തി സുഷുമ്നാ നാഡി വഴി മേളിൽ കയറി സഹസ്രാരത്തിലുള്ള സദാശിവനെ പോയി ചേരണമെന്നുണ്ടെങ്കിൽ, അതിന് നിങ്ങളുടെ ദേഹത്തിനെ ഒരു പ്ലാറ്റ്ഫോം ആക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിരിപ്പ് ശുദ്ധമായിട്ടിരിക്കണം. ഓരോ നിമിഷം, ഓരോ സെക്കൻഡും നമ്മൾ അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധാപൂർവമായിട്ട് ജീവിക്കണം. ഇപ്പം ഇദ്ദേഹം പറയുന്നത് കൈകേയി രാമായണ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ കൈകേയി നല്ല ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സ്ത്രീ ആയിരുന്നു. പക്ഷേ ഭരതനും ദശരഥനും അയോധ്യയിലുള്ള എല്ലാ ആൾക്കാർക്കും മനപ്രയാസം കൊടുത്ത് തൻ്റെ സ്വന്തം മകൻ ഭരതനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം കൈകേയിക്ക് വന്നത് എന്തുകൊണ്ട്? മന്ദാരയുടെ അഡ്വൈസ് കേട്ടോണ്ടാണ്. ഈ മന്ദാര എന്നുള്ള ശകുനി അവിടെ വന്ന് പറഞ്ഞു കൊടുത്തു. ഇത് തെറ്റാന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അവർക്കില്ലായിരുന്നു. അപ്പോൾ എത്ര നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നാലും അവരവിടെ തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത്. അപ്പം നമ്മളുടെ ആരുടെ കൂടെ നമ്മൾ സംസർഗം വെച്ചിരിക്കുന്നു എന്നുള്ളതിനെ എപ്പോഴും നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. ഒരു കുടം പാലിന് ഒരു തുള്ളി വിഷം ഇട്ടാൽ മതി. പാലത്രയും പോയോ? വേറൊന്നും വേണ്ട. നമ്മളൊരു പാത്രം നിറച്ച് പാല് കാച്ചുന്നു, ഒരു ചൊട്ട് തൈരാണ് ഇടുന്നത്. ഒരു ചൊട്ട് തൈരിടും, അടുത്ത ദിവസം ഫുൾ പാലും തൈരാകും അല്ലേ? അപ്പം ഒരു ചൊട്ട് വിഷം പോലും നമ്മളുടെ മനസ്സിൽ കലക്കാതെ ഇരിക്കാൻ നിങ്ങൾ നോക്കണം എന്നാണ് പറയുന്നത്. വെൻ ചിത് ശക്തി ഓപ്പൺസ് ഹെർ ഐസ്, ഈ ചിത് ശക്തി അല്ലെങ്കിൽ കുണ്ടലിനി ഉണരുമ്പം ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നു. ചിത് ശക്തി കണ്ണടയ്ക്കുമ്പം പ്രപഞ്ചം നശിച്ചു പോകുന്നു. അങ്ങനത്തെ പവറുള്ളതാണ് നമ്മുടെ ചിത് ശക്തി. ഓക്കെ, അപ്പം അത് നമ്മുടെ ദേഹത്തും ആ ചിത് ശക്തി വിലാസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം മുക്താനന്ദയ്ക്ക് നടക്കുന്നതെല്ലാം നമുക്കും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്ക് പ്യുവറായിട്ടിരിക്കണം, ശുദ്ധമായിട്ടിരിക്കണം. കൂടുതൽ ശുദ്ധം, ദേഹശുദ്ധം വേണം, മനസ്സിൻ്റെ ശുദ്ധം. ദേഹത്തിൻ്റെ ശുദ്ധം 2 നേരം കുളിക്കുന്നു, ഓക്കെ. അതിനേക്കാട്ടിലും ശുദ്ധമായിട്ടിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. അപ്പം ഈ ഗോൾഡൻ ആറയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മനസ്സ് നന്നായിരിക്കണം. മനസ്സ് നന്നായിരിക്കുന്നവർക്കേ ഈ വൈറ്റ് ആറായുടെ കൂടെ ആ ഗോൾഡൻ ആറായും കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ പവിത്രതയോടെ ചെയ്യണം. ടു ഡിയർ സിറ്റി എന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സിദ്ധൻ്റെ ഓർഡർ. അതായത് സിദ്ധൻ എന്നുള്ള രീതിയിൽ മുക്താനന്ദ നമുക്ക് പറയുന്ന അഡ്വൈസ് അത്രയും നമുക്ക് എടുത്താൽ മതി. നമുക്ക് ബോധിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും നമ്മളുടെ അടുത്ത് ഓർമ്മിപ്പിക്കുക. അതിൻ്റെ ഒരു ആവശ്യമുണ്ട് നമുക്കും. അപ്പം എത്രയ്ക്ക് സിൻസിയറായിട്ടിരിക്കുന്നോ അത്രയ്ക്ക് നമുക്ക് ഫാസ്റ്റായിട്ട് ആ പാതയിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, മുക്തി നേടാൻ പറ്റും. ഓക്കെ, നന്ദി, നമസ്കാരം.